ഇടുക്കി അടിമാലി വിവേകാനന്ദ നഗറിൽ ക്യാൻസർ ബാധിതയായ വീട്ടമ്മയെ കെട്ടിയിട്ട് കവർച്ച. കീമോ ചികിത്സ കഴിഞ്ഞ് വിശ്രമിക്കുന്നതിനിടെയാണ് മോഷ്ടാവ് വായിൽ തുണി തിരുകി കെട്ടിയിട്ട് മോഷണം നടത്തിയത്. ലാൽകൃഷ്ണനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന്. ലാൽകൃഷ്ണൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? കഴിഞ്ഞ 6 വർഷമായിട്ട് ഉഷ എന്ന് പറയുന്ന വീട്ടമ്മ ഈ ക്യാൻസർ ബാധിതയായ ചികിത്സ നേരിടുന്നൊരു വീട്ടമ്മയാണ്. ഇവർ രാവിലെ ചികിത്സ കഴിഞ്ഞ് കോട്ടയത്ത് നിന്ന് അടിമാലിയിലെത്തി സ്വന്തം വീട്ടിൽ വിശ്രമിക്കുന്നതിനിടയിലാണ് ഈ മോഷണം നടന്നിരിക്കുന്നത്. തീരെ പരിചയമില്ലാത്ത ഒരാളാണ് മോഷണം നടത്തിയതെന്ന് അവർ പറയുന്നുണ്ട്. എത്തിയ പാടെ തന്നെ തലയിൽ തുണിയിടുകയും പിന്നീട് അതേ തുണി ഉപയോഗിച്ച് കൈ കെട്ടുകയുമായിരുന്നു. കൈയും കാലും കൂട്ടിക്കെട്ടി കട്ടിലിൻ്റെ പിന്നിലേക്ക് കെട്ടിയതിന് ശേഷം വായിൽ തുണി തിരികെത്തിയതിന് ശേഷം വീട്ടിലുണ്ടായിരുന്ന 16,000 രൂപ കവർന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഈ 16,000 രൂപ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിവെച്ച തുക കൂടിയാണ്. ആരാണ് എന്താണ് എന്ന കാര്യത്തിൽ കൃത്യമായൊരു ബോധ്യം ആ വീട്ടമ്മയ്ക്കുമില്ല. പക്ഷേ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീട്ടമ്മ തന്നെ പറയുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആ വീടിൻ്റെ പരിസരത്ത് ഒരു യുവാവ് വന്നിരുന്നുവെന്നും ഹെൽമറ്റ് മുഖംമൂടിയും ധരിച്ചു വന്നിരുന്ന യുവാവ് എന്നാണ് ചികിത്സയ്ക്ക് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു എന്നുള്ളതുമാണ്. ഈ ഉഷ തീരെ ആവശ്യമായ നിലയിലാണ് ഉണ്ടായിരുന്നത്. മാത്രമല്ല ഇവരെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത് പൊതുസമൂഹം ഒത്തുചേർന്നുകൊണ്ടാണ്. അടിമാലിയിലെ ജനങ്ങളെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സാ സഹായങ്ങൾ നൽകുന്നത്. ഇവരുടെ ഭർത്താവ് രാവിലെ തന്നെ ജോലിക്ക് പോകുന്നത് കൊണ്ട് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഈ സമയത്താണ് ഈ മോഷണം നടന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിമാലി പോലീസ് നിലവിൽ അന്വേഷണം നടത്തുന്നുണ്ടെങ്കിൽ പോലും ആരാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായ സൂചന കിട്ടിയിട്ടില്ല. മാത്രമല്ല ഈ പരിസര പ്രദേശങ്ങളിൽ CCTV പോലുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഈ വന്നയാളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള പ്രാഥമികമായ കാര്യങ്ങളൊന്നും നടത്താനും സാധിച്ചിട്ടില്ല.